വളരെ രസകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കളമശ്ശേരിയിലെ സ്ട്രോങ് റൂമിന്റെ താക്കോല് കാണാനില്ല എന്നുള്ള വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ്. എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ഗൗരവമാണ് ആളുകൾ ഈ സ്ട്രോങ് റൂമിനും ജനാധിപത്യത്തിനൊക്കെ നൽകുന്നത് എന്നുള്ള തെളിവാണ്. സ്ട്രോങ് റൂമിന്റെ കീ കാണാനില്ല നിഷാദ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏപ്രിൽ 9 പോളിംഗ് കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ മെയ് 5 തീയതി 4 തീയതി വോട്ടെണ്ണാൻ നോക്കുമ്പോൾ സ്ട്രോങ് റൂമിന്റെ കീ കാണാനില്ല. സ്ട്രോങ് റൂമിന്റെ താഴ് പൊളിക്കാനുള്ള ശ്രമം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. സിബി ആര് കൊണ്ടുപോയി ആ സ്ട്രോങ് റൂമിന്റെ താക്കോൽ ആരുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് അറിയേണ്ടത്. സിബി ഇത് ഭയങ്കര വേണം ഉടനെ സിബി വേണം. ദുരൂഹമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇടയ്ക്ക് സ്ട്രോങ് റൂമിന്റെ അടുത്തുള്ള റൂം തുറക്കുന്നു, അതൊരു വിവാദം. പിന്നെ സ്ട്രോങ് റൂം തുറക്കുന്നത് മാധ്യമങ്ങൾ കാണാൻ പാടില്ല എന്നതൊരു വിവാദം. ഇപ്പോൾ സ്ട്രോങ് റൂമിന്റെ താക്കോല് കാണാനില്ല എന്നൊരു വിവാദം. സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കേട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. എന്തോ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ വോട്ടൊക്കെയുള്ള സ്ട്രോങ് റൂമാണ് കളമശ്ശേരി. ഒരു മന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ്. യെസ്, അവിടെ അഭിമാനകരമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്നും പറയാവുന്നതാണ്. അവിടെ സ്ട്രോങ് റൂമിന്റെ പൂട്ട് പൊളിക്കാനുള്ള നീക്കം നടക്കുന്നു. താക്കോൽ എവിടെ പോയി, ആരുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് അറിയാനുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടർ ആവശ്യമുണ്ട്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അധിക സമയമില്ല, 7 മിനിറ്റ് കൂടിയേ ഉള്ളൂ സാങ്കേതികമായി ഈ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ എന്ന് കാണാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വോട്ടെണ്ണലിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മാസത്തെ കാത്തിരിപ്പായിരുന്നു. ഇതിനിടയ്ക്ക് വേറൊരു വാർത്ത കൂടിയുണ്ട്. തിരൂരിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ കൗണ്ടിംഗ് റൂമിലേക്ക് കയറ്റുന്നില്ല എന്ന പരാതി. അവിടെ തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ്. അവിടെ പ്രതിഷേധം നടക്കുകയാണെന്ന് വാർത്തയും വരും. ശരി, അപ്പോൾ ഇങ്ങനെ ചില പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ, ആക്ഷേപങ്ങൾ, അസാധാരണത്വങ്ങൾ നമ്മൾ ഈ കൗണ്ടിംഗ് ഡേയിൽ കാണുന്നുണ്ടായിരുന്നു. തൊട്ടുമുള്ള ദിവസങ്ങളിലും കാണുന്നുണ്ടായിരുന്നു. എന്തായാലും 6 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ആരംഭിക്കാൻ. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആകാംക്ഷയോടെ, അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു.